ബ്രിട്ടനിൽ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത് കനത്ത വെല്ലുവിളി. ബ്രിട്ടന്റെ സാമ്പത്തിക മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കുക എന്ന വെല്ലുവിളിയാണ് സ്റ്റാർമറിനെ കാത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇന്ത്യയും ബ്രിട്ടന്റെ നിലപാടിനെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. സ്റ്റാർമറുമായി ഇന്നലെ ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇതിന്റെ വിശദാംശങ്ങളുമായി ജിബിനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ജിബിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്താണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും തന്നെ കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ വലിയ തോതിൽ ഇത്തരത്തിൽ ഈ കെയർ സ്റ്റാർമർ അധികാരത്തിൽ വരുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെ വന്ന ശേഷം അദ്ദേഹം നീണ്ട 14 വർഷത്തിന് ശേഷമാണ് ബ്രിട്ടനിൽ കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നത്. എന്നാൽ നിലവിൽ ഈ കെയർ സ്റ്റാർമർ അദ്ദേഹം അധികാരത്തിൽ വന്ന ശേഷം അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം വലിയ കനത്ത വെല്ലുവിളികൾ തന്നെയാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. അതായത് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഋഷി സുനക്കിൻ്റെ ഭരണത്തിന് കീഴിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയും മറ്റു കാര്യങ്ങളുമൊക്കെ തന്നെ ബ്രിട്ടൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കടന്നുപോയിരുന്നു. ഒരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ രാജ്യത്തെ ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ വഴിമാറുകയും ഈ പ്രതിഷേധങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ ഋഷി സുനകിൻ്റെ ഭരണത്തിൻ്റെ വീഴ്ചയിലേക്കുള്ള ഒരു തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ ബ്രിട്ടൻ്റെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ സാമ്പത്തിക സ്ഥിതി നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് പ്രിയ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഈ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള മാർഗങ്ങളും മറ്റുമൊക്കെ തന്നെ പലപ്പോഴായി തന്നെ ബ്രിട്ടൻ സർക്കാർ കഴിഞ്ഞ സർക്കാരുകളൊക്കെ തന്നെ അവലംബിച്ചു വന്നുവെങ്കിൽ തന്നെയും അതൊന്നും തന്നെ ലക്ഷ്യം കാണാതെ പോകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ പോവുകയും അങ്ങനെ ബ്രിട്ടൻ വലിയ ഒരു സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടി തന്നെ വലിയ പ്രതീക്ഷയാണ് ബ്രിട്ടൻ അവിടുത്തെ ജനത ഈ പുതിയ സർക്കാരിനെ നോക്കിക്കാണുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് കൃത്യമായും തന്നെ ഈ സാമ്പത്തിക മേഖലയാണ് അവർ പ്രധാനമായും തന്നെ ഉറ്റുനോക്കുന്നത്. സാമ്പത്തിക മേഖലയിൽ ഏത് നിലയിലായിരിക്കും ഈ കെയർ സ്റ്റാർമറുടെ സർക്കാർ അവർ ഇടപെടുക എന്നുള്ളതാണ് പ്രധാനമായും തന്നെ അവർ നോക്കുന്നത്. കൃത്യമായും തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു നിലപാടെടുത്ത് പോയില്ല എങ്കിൽ അത് വലിയ ഒരു പരാജയത്തിലേക്ക് അവരുടെ സാമ്പത്തിക മേഖലയിലേക്ക് തന്നെയുള്ള വലിയ പരാജയത്തിലേക്ക് തന്നെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതിനാൽ തന്നെ ഈ വിഷയങ്ങളൊക്കെ തന്നെ കൃത്യമായും തന്നെ പരിശോധിച്ച് പോകുക എന്നുള്ളതാണ് അവർ പ്രധാനമായും തന്നെ ലക്ഷ്യം വെക്കുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെ ഇന്ത്യയുമായി ഒപ്പുവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ തന്നെ കെയർ സ്റ്റാർമറുടെ അദ്ദേഹം പ്രധാനമന്ത്രിയായി വരുമ്പോൾ ഈ വിഷയത്തിലൊക്കെ തന്നെ കൃത്യമായും തന്നെ ഒരു നിലപാടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും തന്നെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഈ കെയർ സ്റ്റാർമർ അദ്ദേഹം ഈ ഇന്ത്യയുമായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഈ വാണിജ്യ ബന്ധങ്ങളും അതോടൊപ്പം തന്നെ സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഏത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കെയർ സ്റ്റാർമറിനെ അദ്ദേഹത്തിൻ്റെ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയും അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട്. സുരക്ഷ, വിദ്യാഭ്യാസം, അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തെ നേരിട്ട് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഈ വിഷയങ്ങളടക്കം കൃത്യമായും തന്നെ ഒരു നിലപാടിലേക്ക് പോകാനാകുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രിയ. ശരി ജിബിൻ, ഇതിൽ നമ്മളുടെ ഒരു പ്രേക്ഷകൻ രാജീവൻ പറഞ്ഞിരിക്കുന്നത്, സംഖ്യകളുടെ പ്രിയപ്പെട്ട സുനക്കും പൊട്ടി ബ്രിട്ടനിൽ മോദി ആരെ ഫ്രണ്ടാക്കിയോ അവരൊക്കെ തോൽക്കുന്ന മനോഹര കാഴ്ചയാണ് കാണുന്നത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ജിബിൻ്റെ ഈ ലൈവ് കണ്ടുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് വേറൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി ജിബിനിൽ നിന്ന് അറിയേണ്ടതുണ്ട്. മസൂദ് പെസഷ്കിയാൻ ഇറാനിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ നയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. മത പോലീസിന്റെ ചട്ടങ്ങളിൽ ഇളവ് വേണമെന്നും പാശ്ചാത്യ രാജ്യങ്ങളുമായി ചർച്ച വേണമെന്നും വാദിക്കുന്ന നേതാവാണ് മസൂദ് പെസഷ്കിൻ. ഇതിനിടെ മസൂദ്
പെസഷ്കിയാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യ-ഇറാൻ ബന്ധത്തിൽ സുഗമമായ തുടർച്ചയ്ക്ക് സഹായകരമാകുമെന്നാണ് പ്രതീക്ഷ. വിവരങ്ങളുമായി ജിബിൻ തന്നെയാണ് തുടരുന്നത്. ജിബിൻ, ഈ പ്രതീക്ഷ എത്രത്തോളമാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്? തീർച്ചയായും തന്നെ പ്രിയ, ഈ മസൂദ് പെസഷ്കിയാൻ ഇറാൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതിൽ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു പരിഷ്കരണവാദിയായ ഒരു നേതാവാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുമായിക്കൊക്കെ തന്നെ ഒരു ബന്ധത്തിലേക്കൊക്കെ തന്നെ ഇറാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ മുൻപോട്ട് പോയിരുന്നു. ആ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രധാനമായും തന്നെ ഈ ചാമ്പറിലെ തുറമുഖ വികസനമൊക്കെ തന്നെ സംബന്ധിച്ചുകൊണ്ട് മെയിൽ ഒരു ഉടമ്പടി കരാറൊക്കെ തന്നെ നമ്മൾ ഒപ്പുവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ച ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇതിൻ്റെ ഒരു തുടർച്ച കൃത്യമായും തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് ഇന്ത്യ പ്രതീക്ഷ വെക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ മതപോലീസിൻ്റെ അടക്കമുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു നയമാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഈ മതപോലീസിൻ്റെയൊക്കെ ഇടപെടലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ വലിയ വിവാദങ്ങളും ഇറാനിൽ അത് വലിയ പ്രതിഷേധങ്ങളിലും ഒക്കെ വഴിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുമൊക്കെ തന്നെ കാര്യങ്ങൾ വഴിമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലടക്കം ചർച്ചയാകുകയും ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു പരിഷ്കരണവാദിയായ നേതാവ് കൂടിയായ പെസഷ്കി അധികാരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ നയത്തിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ അവിടുത്തെ പരമാധികാരം അവിടുത്തെ മത നേതാക്കൾക്കായതിനാൽ തന്നെ ഈ വിഷയങ്ങളിലൊന്നും തന്നെ ഏതെങ്കിലും ഒരു മാറ്റം, വലിയൊരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകരാജ്യങ്ങളടക്കം. ഏതെങ്കിലും തരത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും പരിഷ്കരണങ്ങൾ അദ്ദേഹം നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രഖ്യാപനങ്ങൾ വരുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇറാൻ ലോകരാജ്യങ്ങളടക്കം ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ ഈ വിഷയങ്ങളിലടക്കം വലിയ തോതിൽ അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. യാഥാസ്ഥികനായ നേതാവായിരിക്കുന്ന സയ്യിദ് ജലീലിയെ തോൽപ്പിച്ചുകൊണ്ടാണ് മസൂദ് പെസഷ്കിയാൻ ഇറാൻ്റെ പ്രസിഡന്റായി അധികാര പദവിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണേണ്ടത്. ആ നിലയിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവ് ഏത് നിലയിലായിരിക്കും, ഇനി മുമ്പോട്ടുള്ള കാലങ്ങളിൽ ഇറാനെ അദ്ദേഹം ഏത് നിലയിലായിരിക്കും നയിക്കുക, അത് ഇന്ത്യക്കടക്കം ഏത് നിലയിൽ, വാണിജ്യ കരാറുകളിലടക്കം ഏത് നിലയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുക എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായും തന്നെ നമ്മൾ കാണേണ്ടതാണ് പ്രിയ. ശരി ജിബിൻ, എന്തായാലും ഈ കൂടിക്കാഴ്ചകളും സൗഹൃദം പുതുക്കലുമൊക്കെ നല്ലത് തന്നെ ആകട്ടെ എന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു. അത് വലിയ രീതിയിലുള്ള വികസനത്തിനും അങ്ങനെയുള്ള ഗുണകരമായ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടട്ടെ എന്നും കരുതുകയാണ്. ഇതിൻ്റെ വിവരങ്ങളാണ് ജിബിൻ നൽകിയത്.